നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ദയാവധത്തിനായി ഹൈക്കോടതി ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും അപേക്ഷ നൽകി കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപകൻ. മാപ്രാണം കുറുപ്പം റോഡിൽ വടക്കേത്തല വീട്ടിൽ ജോഷിയാണ് ദയാവധത്തിന് അപേക്ഷ നൽകിയത്. ചേർപ്പ് മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരഭരണിയും കാർത്തികവേലയും ആഘോഷിച്ചു. 100 കണക്കിന് ഭക്തർ പങ്കാളികളായി. പാറളം പഞ്ചായത്തിലെ വെങ്ങണിശ്ശേരിയിൽ വനിതാ ഹെൽത്ത് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ചേറ്റുവയിൽ യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 3 സഹോദരങ്ങളിൽ 2 പേർ പിടിയിൽ. പിടിയിലായത് ഏങ്ങണ്ടിയൂർ 5ാം കല്ല് നേതാജി നഗർ സ്വദേശികളായ പൂച്ചാട്ടിൽ വീട്ടിൽ മണികണ്ഠൻ, രാജീവ് എന്നിവർ. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ ദയാവധത്തിനായി അപേക്ഷ നൽകി. മാപ്രാണം കുറുപ്പം റോഡിൽ വടക്കേത്തല വീട്ടിൽ ജോഷിയാണ് ജനുവരി 30-ന് ദയാവധത്തിനായി ഹൈക്കോടതി ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും അപേക്ഷ നൽകിയത്. ഗതികേടുകൊണ്ടാണ് താൻ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും മക്കളുടെ വിദ്യാഭ്യാസവും ചികിത്സയും വരെ മുടങ്ങിയിട്ടും ബാങ്ക് അധികൃതർ തന്നെ പരിഹസിക്കുകയാണെന്നും നവകേരള സദസ്സിലടക്കം ഏറ്റവും അവസാനം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും പൈസ തിരികെ ലഭിക്കാൻ ഉണ്ടായിട്ടില്ലെന്നും ജോഷി പറയുന്നു. കഴിഞ്ഞ 20 വർഷത്തിനിടെ 2 തവണ ട്യൂമർ ഉൾപ്പെടെ 21 ശസ്ത്രക്രിയകൾ അടക്കമുള്ള ദീർഘമായ ചികിത്സകൾ അനുഭവിച്ചയാളാണ് ജോഷി. 7.5 വർഷം ഊന്നുവടികളിലായിരിക്കുമ്പോൾ തുടങ്ങി രാപ്പകൽ അധ്വാനിച്ച ജോഷിയുടെയും കുടുംബത്തിന്റെയും മുഴുവൻ സമ്പാദ്യവും കരുവന്നൂർ സഹകരണ ബാങ്കിലാണ് നിക്ഷേപിച്ചത്. കരുവന്നൂർ ബാങ്കും അതിന്റെ ജീവനക്കാരും കേരളത്തിന്റെ ഭരണ സംവിധാനവും കൂടി തകർത്തത് ജോഷിയുടെ ജീവിതവും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. ഇതുപോലെ ഒട്ടനവധി മനുഷ്യരാണ് ഇത്തരം സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചതിന്റെ പേരിൽ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായിട്ടുള്ളത്. ബാങ്കിനോട് നിക്ഷേപങ്ങൾ തിരികെ ചോദിച്ചപ്പോൾ പണമെല്ലാം അതാത് SBI അക്കൗണ്ടിലേക്ക് മാറ്റി RTGS ട്രാൻസ്ഫർ ചെയ്തു. 5 മാസത്തിലേറെയായിട്ടും ഷെഡ്യൂൾഡ് ബാങ്കിലെ ജോഷിയുടെയും കുടുംബത്തിന്റെയും അക്കൗണ്ടുകളിൽ പണമെത്തിയില്ല. അക്കാലമത്രയും 1 രൂപ പോലും പലിശയും തരില്ലത്രേ. തുടർന്ന് 4 മാസം SB പലിശയാണ് പാസ്ബുക്കിൽ ഇപ്പോൾ പതിക്കുന്നത്. അങ്ങനെ ഇതുവരെയായി 2.5 വർഷം കൊണ്ട് 12 ലക്ഷത്തോളം രൂപ വീണ്ടും തട്ടിയെടുത്തു കഴിഞ്ഞു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി 5 തവണ കരുവന്നൂർ ബാങ്കിലും തൃശൂർ കലക്ടർക്കും നവകേരള സദസ്സിലും പരാതി കൊടുത്തുവെങ്കിലും നടപടിയൊന്നുമില്ല. ഹൈക്കോടതിയിൽ കേസ് നടത്തി 1.5 വർഷമായിട്ടും യാതൊരു തീരുമാനവും ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലും എറണാകുളത്തേക്ക് യാത്ര ചെയ്ത് കോടതി കാര്യങ്ങൾ അന്വേഷിക്കാനും ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തതിനാൽ ജോഷി ആ കേസ് പിൻവലിച്ചു. വൈകിയെത്തുന്ന നീതി ഒരു നീതി നിഷേധമാണ് എന്ന കോടതി ഉത്തരവുകൾ നിലനിൽക്കുമ്പോൾ തന്നെ തനിക്കുണ്ടായത് ഒരു നീതി നിഷേധമാണ് എന്ന് താൻ വിശ്വസിക്കുന്നു. സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടണമെങ്കിൽ എളുപ്പമല്ല. സഹകരണ നിയമത്തിലെ നിലവിലെ നടപടിക്രമങ്ങൾ വളരെ കാലവിളംബമുണ്ടാക്കുന്നതാണ്. ലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപമുള്ള സഹകരണ സംഘങ്ങളിലെ പണം ആരൊക്കെയോ ചേർന്ന് കവരുന്നത് പതിവായിരിക്കുന്നു. സംരക്ഷിക്കേണ്ട വകുപ്പും രാഷ്ട്രീയക്കാരും തന്നെയാണ് മിക്കപ്പോഴും ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നും ജോഷി ആരോപിക്കുന്നു. നീതി നിഷേധവും ഭീഷണിയും പുലഭ്യവും മൂലം സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. കടുത്ത വേദനകൾ അറിയാത്ത വിധം ശരീരം മാറിയിരിക്കുന്നു. ഇത്തരം അവസ്ഥയിൽ മരണമില്ലാതെ മറ്റൊരു വഴിയും തന്റെ മുന്നിലില്ലാത്തതിനാൽ ആണ് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും ജോഷി പറയുന്നു. അതിന്റെ ഗതികേടാണ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക, അസുഖം മൂലം ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക, നമുക്ക് ജീവിക്കാനായിട്ടോ ചികിത്സിക്കാനായിട്ടോ നമ്മളതിൽ പണം ഇല്ലാണ്ട് വരിക, മക്കളെ പഠിപ്പിക്കാൻ പറ്റാണ്ട് വരിക. ഞാൻ അവർക്ക് പുറത്ത് പോയി പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവർ പൈസ തരേണ്ടതൊന്നും ആവില്ല. എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല. അപ്പം അത് കുടുംബത്തിൻ്റെ മൊത്തം സ്വത്തും എല്ലാവരുടെ കയ്യിലുള്ള ബാങ്ക് ബാലൻസും മുഴുവൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അത് ഇവർക്ക് ഇഷ്ടമുള്ളപ്പോൾ തരാം, പലിശ തരില്ല, തോന്നുമ്പോൾ തരാം, തോന്നി പോലെ തരാം. ഇവർക്ക് സർക്കാർ പിന്തുണയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്തുണയില്ല. സർക്കാരാണ് ഒപ്പമില്ലാത്തത്. ഒപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് വോട്ടായതിനു ശേഷം ഇതുവരെ ഒറ്റ വോട്ട് പോലും നിങ്ങളെങ്ങനെയെങ്കിലും ഈ തൊട്ടും പിന്നിലേക്കും ചെക്ക് ചെയ്യണ്ടെങ്കിൽ ചെക്ക് ചെയ്യൂ. അരിവാളിലല്ലാണ്ട് കൈ പൊതിഞ്ഞുണ്ടാവില്ല. മനസ്സിപ്പോഴും അതൊന്നും തന്നെയാണ്, അതൊന്നും മാറൊന്നുമില്ല. പക്ഷെ ഇത് അംഗീകരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം. ഇനിയും ബാങ്ക് അധികാരികളുടെയും സർക്കാരിന്റെ മുന്നിൽ യാചിച്ചിട്ട് കാര്യമില്ലാത്തതിനാലും മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാലും തന്റെ ജീവിതം കോടതി അറിവോടെ ജനുവരി 30-ന് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നതെന്നും ആയതിനാൽ ദയാവധത്തിനുള്ള അനുമതി നൽകണമെന്നുമാണ് ജോഷി സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. ചേർപ്പ് മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരഭരണി ആഘോഷിച്ചു. നവകം, പഞ്ചഗവ്യം എന്നിവ നടന്നു. എഴുന്നള്ളിപ്പിന് ബാസ്റ്റ്യൻ വിനയസുന്ദർ ഭഗവതിയുടെ തിടമ്പേറ്റി.
പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശന്മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ മേളം, പഞ്ചവാദ്യം, നിറമാല, തായമ്പക, പൂത്തറയ്ക്കൽ ദേശക്കാരുടെ പട്ടും താലിയും വരവ്, എഴുന്നള്ളിപ്പ്, പെരുവനം ശിവന്മാരാരുടെ നേതൃത്വത്തിൽ മേളം, തുടർന്ന് പറ നിറയ്ക്കൽ എന്നിവയുമുണ്ടായിരുന്നു. ചേർപ്പ് മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തികവേല ആഘോഷിച്ചു. പൂത്തറയ്ക്കൽ, മുത്തുള്ളിയാൽ തെക്കുംപാടം, പാറച്ചിറ, ചേന്നംകുളങ്ങര, പാലക്കൽ ശങ്കരമംഗലം, വെങ്ങിണിശ്ശേരി, ചെറുവത്തേരി, ചൊവ്വൂർ തുടങ്ങിയ ദേശങ്ങളിൽ നിന്നുള്ള കാർത്തികവേല സംഘങ്ങൾ കാളകളി, തെയ്യം, പൂതപ്പാട്ട്, മുടിയേറ്റ്, മേളത്തോടെ കൂരിയാടൻതറ മേക്കാവ് ക്ഷേത്രത്തിൽ എത്തി സമാപിച്ചു. ചേർപ്പ് മേക്കാവ് ഭരണി കാർത്തിക വേലാഘോഷത്തോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലായി പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. പാറളം പഞ്ചായത്തിലെ വെങ്ങിണിശ്ശേരിയിൽ വനിതാ ഹെൽത്ത് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടിലെ നാലുംകൂടി സെന്ററിൽ നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഹാളിലാണ് അത് പ്രവർത്തിച്ചു വരുന്നത്. 2ാമത്തെ സെന്ററാണ് നമ്മൾ പാർലം ഗ്രാമപഞ്ചായത്തിലേക്ക് അനുവദിച്ചത്. അത് 4ാം വാർഡിലെ ഈ ഒരു സ്ഥലത്താണ് തീരുമാനിച്ച് ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥാപനമായിട്ടുള്ള ഈ പ്രദേശത്ത് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച രീതിയിൽ വനിതകൾക്ക് ശാരീരികമായി അവരുടെ വ്യായാമം ഉറപ്പുവരുത്തുന്നതിനും അവർക്ക് എളുപ്പത്തിൽ വന്നു ചേരാവുന്ന പ്രദേശങ്ങളിൽ, ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും വന്നു ചേരാവുന്ന സൗകര്യത്തോടു കൂടിയ സ്ഥലത്ത് ഇത് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച വനിതാ ഹെൽത്ത് ക്ലബ്ബ് പഞ്ചായത്തിലെ 4ാം വാർഡിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിട സമുച്ചയത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് അധ്യക്ഷത വഹിച്ചു. അത് എന്തിനാണെന്നുള്ളതിന്റെ വിശദാംശങ്ങളൊക്കെ ഇവിടെ ക്ഷീണിച്ച് വിശദമായിട്ട് പറയാൻ കുറിച്ചിട്ട് നമുക്കറിയാം, സ്വയം നമുക്ക് ചിന്തിച്ചറിയാം. ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ശരീരം നമ്മുടെ എപ്പോഴും ഹെൽത്തി ആയിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരം എപ്പോഴും സംരക്ഷിക്കാൻ നമുക്ക് പറ്റാൻ നേരം കിട്ടില്ല. ഇപ്പം എല്ലാവർക്കും തിരക്ക് പിടിച്ച കാലഘട്ടമാണ്. വൈസ് പ്രസിഡന്റ് ആശ മാത്യു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പി പോൾ, കെ പ്രമോദ്, വിദ്യാനന്ദനൻ, അംഗങ്ങളായ CB സുരേഷ്, PK ലിജീവ്, മിനി വിനയൻ, സ്മിനു മുകേഷ്, ആശാ വർക്കർ സൗമ്യ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പാലിശ്ശേരി ശെരിശ്ശേരിക്കാവ് അശ്വതി വേല ആഘോഷിച്ചു. ക്ഷേത്ര ചടങ്ങുകളിലും പ്രസാദ ഊട്ടിലും 100 കണക്കിന് ഭക്തർ പങ്കാളികളായി. പുലർച്ചെ പള്ളി ഉണർത്തലോടെ ചടങ്ങുകൾ ആരംഭിച്ചു. നട തുറക്കലിനു ശേഷം ഉഷപൂജ, വിശേഷാൽ പൂജ, മറ്റ് വഴിപാടുകളും നടന്നു. ഉച്ചയ്ക്ക് അവണിശ്ശേരി ദേശം തിടമ്പു പൂജയും പാലിശ്ശേരി ദേശം തിടമ്പു പൂജയും നടന്നു. വൈകിട്ട് ക്ഷേത്രം തിടമ്പു പൂജ നടന്നു. തുടർന്ന് വിവിധ ദേശങ്ങളുടെ വേല ക്ഷേത്രത്തിലെത്തി. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം നടക്കൽ പറയെടുപ്പ് നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം വക എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. പുലർച്ചെ വിവിധ ദേശക്കാരുടെ വേലകൾ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ദാരികമുടി വേല ചടങ്ങുകളും നടന്നു. മേളത്തിന് ചെറുശ്ശേരി കുട്ടന്മാരാർ പ്രാമാണികനായി. രാത്രി ശിങ്കാരിമേളം ഫ്യൂഷനും അരങ്ങേറി. ചേറ്റുവയിൽ യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 3 സഹോദരങ്ങളിൽ 2 പേർ പിടിയിൽ. ഏങ്ങണ്ടിയൂർ 5ാം കല്ല് നേതാജി നഗർ സ്വദേശികളായ പൂച്ചാട്ടിൽ വീട്ടിൽ മണികണ്ഠൻ, രാജീവ് എന്നിവരാണ് വാടാനപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ചേറ്റുവ സ്വദേശി കോറോട്ട് വീട്ടിൽ വിജീഷ്, രാജു എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇരുവരും ചേറ്റുവ ഹാർബറിലെ യൂണിയൻ തൊഴിലാളികളാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഏങ്ങണ്ടിയൂർ പനയംകുളങ്ങര ഉത്സവാഘോഷത്തോടനുബന്ധിച്ചുള്ള കാവടിയാട്ടത്തിനിടെ കേസിലെ പ്രതികളും വിജീഷിന്റെ സഹോദരൻ അജീഷുമായി തർക്കം നടന്നിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ രാത്രി 8:45 ചേറ്റുവ ഹാർബറിന് സമീപത്ത് വെച്ച് അജീഷിനെ വാളുപയോഗിച്ച് പ്രതികൾ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് തടയുന്നതിനിടെ വിജീഷിന്റെ 2 കൈകളിലും കഴുത്തിലും പരിക്കേറ്റു. വിജീഷിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെ സുഹൃത്ത് രാജുവിന്റെ തലയ്ക്കും വെട്ടേറ്റു. വിജീഷും രാജുവും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികളിൽ ഒരാളായ സജീവ്
ഒളിവിലാണ്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആക്രമണത്തിന് ഉപയോഗിച്ച വാൾ ഹാർബറിന് സമീപത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു. തൃശൂരിൽ പാചകവാതക സിലിണ്ടറുകൾ കൊണ്ടുപോവുകയായിരുന്ന ടെമ്പോയ്ക്ക് തീപിടിച്ചു. നാട്ടുകാരും ഡ്രൈവറും ചേർന്ന് തീ അണച്ചു. ഒഴിവായത് വൻ ദുരന്തം. മണലി മടവാക്കരയിൽ ശനിയാഴ്ച രാവിലെ 11ഓടെയായിരുന്നു സംഭവം. പുതുക്കാട്ടെ ഗ്യാസ് ഏജൻസിയുടെ വാഹനമാണ് കത്തിയത്. വാഹനം കത്തുമ്പോൾ 40 സിലിണ്ടറുകളാണ് ഉണ്ടായിരുന്നത്. സിലിണ്ടർ ഇറക്കിയ ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് തീപിടുത്തമുണ്ടായത്. ക്യാബിനിലേക്കും തീ പടർന്നു. ഡ്രൈവറും നാട്ടുകാരും ചേർന്ന് തീ കെടുത്തി. ഡ്രൈവറുടെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേനയും സ്ഥലത്തുണ്ടായിരുന്നു. തീ നിയന്ത്രണ വിധേയമായപ്പോൾ സിലിണ്ടർ ഇറക്കിവെക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില 2ാം ദിനവും ഉയർന്നു. ശനിയാഴ്ച 1 പവൻ സ്വർണത്തിന് 80 രൂപ ഉയർന്നു. വിപണി വില 46,240 രൂപയാണ്. ചൊവ്വാഴ്ച 240 രൂപ വർദ്ധിച്ചിരുന്നു. ഗ്രാമിന് 10 രൂപ ഉയർന്ന് 5,780 രൂപയായി. നാട്ടിക പഞ്ചായത്ത് LDF ഭരണസമിതിക്കെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. 2013 കോൺഗ്രസ് ഭരണസമിതി സ്ഥാപിച്ച തൃപ്രയാർ സെന്ററിലെ ഡിവൈഡർ, പരസ്യ ബോർഡ്, സിഗ്നൽ സംവിധാനം എന്നിവയിൽ പിന്നീട് ഭരണത്തിലെത്തിയ LDF അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അഴിമതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം നേരത്തെ പ്രഖ്യാപിച്ചത് കണക്കിലെടുത്ത 3 BJP അംഗങ്ങൾ വാക്കൌട്ട് നടത്തി. ഇതേ തുടർന്ന് പ്രമേയം വായിക്കാതെ പ്രതിപക്ഷമായ 5 UDF അംഗങ്ങൾ ചർച്ച ഒഴിവാക്കി വോട്ടെടുപ്പ് നടത്താൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ പറഞ്ഞു. അത് മെയിൻ്റെനൻസ് ചെയ്ത കുറച്ച് ഭാഗം അപ്പോഴൊരു കോൺഗ്രസ് പ്രവർത്തന പഞ്ചായത്തിനൊരു പരാതിയാണ്. ഇവിടുത്തെ 10ാം വാർഡ് മെമ്പറായിട്ട് സംസാരിച്ചിട്ട് ആണ് തന്നെയെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 10ാം വാർഡ് മെമ്പർ പറഞ്ഞത് ഇവിടുത്തെ മെമ്പർമാരും എല്ലാ മെമ്പർമാരും ഉദ്യോഗസ്ഥരെ കഴിവിരിക്കുകയാണ്. ഈ സ്വർണ്ണ വ്യാപാരി ഇതിൻ്റെ അടുത്ത് ഒരു DCC സെക്രട്ടറി ചെല്ലുണ്ട്. അയാളെ വിളിച്ചിട്ട് പറഞ്ഞ് അത് മണ്ഡലം പ്രസിഡന്റായിട്ട് സിദ്ദീഖായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. സിദ്ദീഖിനെ ആൾ വിളിച്ചു. ഈ പറഞ്ഞ സ്വർണ്ണ വ്യാപാരി കോൺഗ്രസ്സുകാരനെ വിളിച്ചു. 2 ലക്ഷം രൂപ എന്നാൽ പരാതി പിൻവലിക്കാമെന്നാണ് അയാളോട് പറഞ്ഞത് മണ്ഡലം പ്രസിഡന്റ്. അയാളുകളാണ് ഇവിടെ ഈ അഴിമതിക്ക് വേണ്ടിയിട്ട് ഈ സമരം ചെയ്യുന്നത്. അയാൾ പരസ്യമായിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. മർച്ചന്റ് അസോസിയേഷന്റെ ഭാരവാഹികളോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ അത് റെക്കോർഡാക്കണം എന്ന് പറഞ്ഞപ്പോൾ ആൾ ഒന്നും കൂടിയും പറഞ്ഞു. ചർച്ചയ്ക്ക് 3 മണിക്കൂർ സമയമുണ്ടായിട്ടും അവിശ്വാസ പ്രമേയത്തിന്മേൽ ഒരംഗം പോലും ചർച്ചയ്ക്ക് തയ്യാറായില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ 5-നെതിരെ 6 വോട്ടുകൾക്ക് അവിശ്വാസ പ്രമേയം തള്ളുകയായിരുന്നു. നാട്ടിക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2013 ഒക്ടോബർ 22 മുതൽ ഡിവൈഡർ, സിഗ്നൽ ലൈറ്റ്, പരസ്യ ബോർഡ്, ക്ലോക്ക് ടവർ, ടോയ്ലറ്റ്, 100 ദിന കർമ്മ പരിപാടിയിൽ പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്തിന് നഷ്ടം വരുത്തി ദൂർത്തടിച്ചതായാണ് നിലവിലെ LDF ഭരണസമിതി ആരോപിക്കുന്നത്. ഇതു സംബന്ധിച്ച പരാതി ഹൈക്കോടതി വക്കീലിന്റെ നിർദ്ദേശപ്രകാരം വിജിലൻസിന് കൈമാറിയതിനാലാണ് UDF തുടർ സമരം നടത്തുന്നത്. നാട്ടിക പഞ്ചായത്ത് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. 10 വർഷം തുടർച്ചയായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ UDF ഭരിച്ചിട്ടും യാതൊരുവിധ പദ്ധതികളും നടപ്പിലാക്കാനായില്ലെന്നും LDF ഭരണസമിതി വ്യക്തമാക്കി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് LDF ഭരണസമിതിക്കെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതിൽ CPM നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന വിശദീകരണ പൊതുയോഗം CPM നാട്ടിക ഏരിയ കമ്മിറ്റി സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാറിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം നാട്ടിക പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരം BJPയുമായി ചേർന്ന് LDF ഭരണസമിതിയെ താഴെയിറക്കാനുള്ള UDF നീക്കമാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പരാജയപ്പെട്ടതെന്ന് MA ഹാരിസ് ബാബു ആരോപിച്ചു. കോൺഗ്രസ് ആണെങ്കിൽ ചർച്ചയ്ക്കില്ല എന്നും വോട്ടെടുപ്പ് നടത്തണം എന്നുള്ളതായിരുന്നു അവരുടെ വാശി. വോട്ടെടുപ്പ് നടന്നപ്പോഴോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രത്യേകിച്ച് CPMന്റെ അംഗങ്ങളായിട്ടുള്ള 6 പേർ കൃത്യമായി വോട്ട് ചെയ്ത് അവിശ്വാസ പ്രമേയത്തിന് എതിരായിക്കൊണ്ട് ഇവരിത്ര നാള് പ്രചരിപ്പിച്ചത് തെറ്റാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് എടുത്തത്. നമുക്കറിയാം, വലിയ നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ കോൺഗ്രസിന്റെ നേതാക്കളായാലും UDFന്റെ നേതാക്കൾക്കും ഉറക്കമില്ല. നാട്ടിക ഗ്രാമപഞ്ചായത്ത് നാട്ടികയിലെ ജനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ബന്ധപ്പെട്ട കോടതിയിലെല്ലാം രേഖാമൂലമാണ് കൊടുത്തിട്ടുള്ളത്.
അവിശ്വാസ പ്രമേയം വിജയിച്ചാൽ പുതിയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ നേരത്തെ നിശ്ചയിച്ചിരുന്നതായും അദ്ദേഹം ആരോപിച്ചു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KR സീത, KB ഹംസ, LDF ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളി ചിലങ്ക ബീച്ച് റോഡിന്റെ കാലങ്ങളായുള്ള ശോചനീയാവസ്ഥയ്ക്കെതിരെ SDPI വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. SDPI മണലൂർ മണ്ഡലം ട്രഷറർ ഷമീർ മാമ ബസാർ ഉദ്ഘാടനം ചെയ്തു. അധികാരികളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് നാളായി ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും ഇതിനെതിരെ ശ്രദ്ധിക്കുകയും അതിന് അനുകൂലമായുള്ള സമീപനം കൈക്കൊള്ളുന്നതിന് വേണ്ടി അധികാരികൾ അവിടെ പരാജയപ്പെടുകയും. പഞ്ചായത്ത് സെക്രട്ടറി മുഫസൽ, വാർഡ് മെമ്പർ നൌഫൽ വലിയകത്ത് എന്നിവർ സംസാരിച്ചു. ചിലങ്ക ബീച്ച് റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കി പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5780 രൂപ, പവന് 46,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദയാവധത്തിനായി ഹൈക്കോടതി ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും അപേക്ഷ നൽകി കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപകൻ. മാപ്രാണം കുറുപ്പം റോഡിൽ വടക്കേത്തല വീട്ടിൽ ജോഷിയാണ് ദയാവധത്തിന് അപേക്ഷ നൽകിയത്. ചേർപ്പ് മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരഭരണിയും കാർത്തികവേലയും ആഘോഷിച്ചു. 100 കണക്കിന് ഭക്തർ പങ്കാളികളായി. പാറളം പഞ്ചായത്തിലെ വെങ്ങിണിശ്ശേരിയിൽ വനിതാ ഹെൽത്ത് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ചേറ്റുവയിൽ യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 3 സഹോദരങ്ങളിൽ 2 പേർ പിടിയിൽ. പിടിയിലായത് ഏങ്ങണ്ടിയൂർ 5ാം കല്ല് നേതാജി നഗർ സ്വദേശികളായ പൂച്ചാട്ടിൽ വീട്ടിൽ മണികണ്ഠൻ, രാജീവ് എന്നിവർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.